കള്ളി എന്ന് പറഞ്ഞാൽ പോരാ, പെരുങ്കള്ളി. ഷഹനാസിനെ വിശേഷിപ്പിച്ചത് ഈ വാക്കുകൾ ഉപയോഗിച്ചാണ്. വിശേഷിപ്പിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, കോൺഗ്രസ് പാർട്ടിയിലെ പുതിയ മെമ്പർ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന വനിതാ ലീഡറാണ്. CPIയുമായി തെറ്റിപ്പിരിഞ്ഞാണ് ശ്രീനാദേവി കോൺഗ്രസിലെത്തിയത്. പിന്നാലെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ശ്രീനാദേവി കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ വനിതാ നേതാക്കളിലേക്കെത്തി. ഇപ്പോഴിതാ നുണകൾ കൊണ്ട് കോട്ട തീർക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്ത MA ഷഹനാസിനെതിരെയാണ് ശ്രീനാദേവി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. CPIയിൽ നിന്നും കോൺഗ്രസിലെത്തി വിജയക്കൊടി പാറിച്ച ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് ഷഹനാസിനെ ആട്ടിയോടിക്കുമ്പോൾ വെളിപ്പെടുന്നത് കേവലം രാഷ്ട്രീയ തർക്കങ്ങളല്ല, മറിച്ച് വർഷങ്ങളോളം നീണ്ടുനിന്ന ഒരു വമ്പൻ തട്ടിപ്പിന്റെ കഥയാണ്. എന്തിനായിരുന്നു ഈ വേഷം കെട്ടലുകൾ എന്ന ചോദ്യം ഉന്നയിക്കുന്ന ഷഹനാസിനോട് അതിൻ്റെ തെളിവുകളടക്കം ശ്രീനാദേവി ഉന്നയിക്കുന്നുണ്ട്. 2014 സിവിൽ സർവീസ് ലഭിച്ചു എന്ന് നുണ പറഞ്ഞ് ഷഹനാസ് നാട്ടിലും വിദേശത്തും വിഹരിക്കുകയായിരുന്നുവെന്നാണ് ശ്രീനാദേവി പറഞ്ഞത്. പഠിച്ച കോളേജിൽ നിന്ന് ആദരവുകൾ ഏറ്റുവാങ്ങുമ്പോഴും പ്രസംഗവേദികളിൽ IAS എന്ന പദവി വെച്ച് ഉപദേശങ്ങൾ നൽകുമ്പോഴും ആ മുഖത്ത് തരിമ്പ് പരിഭ്രമമില്ലായിരുന്നു. എന്നാൽ UPSC ലിസ്റ്റ് പരിശോധിച്ചാൽ അങ്ങനെയൊരു പേരവിടെയില്ല. കഠിനാധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ പരിഹസിച്ചുകൊണ്ട് ഇവർ നടത്തിയ ഈ IAS തട്ടിപ്പ് ഇന്ന് മുഖ്യമന്ത്രി മുതൽ UPSC ചെയർമാൻ വരെയുള്ളവരുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ആരോപണങ്ങൾ ഓരോന്നായി തെളിവുകൾ സഹിതം പുറത്തു വന്നപ്പോൾ ഷഹനാസ് പുറത്തെടുക്കുന്നത് ഇരവാദം എന്ന ആയുധമാണ്. ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറഞ്ഞ് ഇവർ സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ ചോദ്യം ലളിതമാണ്. സത്യങ്ങൾ വിളിച്ചു പറയുന്നത് എങ്ങനെയാണ് ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്നത്? വ്യാജ പദവികൾ ചമഞ്ഞ് മറ്റുള്ളവരെ അധിക്ഷേപിച്ചും നടന്നപ്പോൾ ഇല്ലാത്ത ആത്മഹത്യാ ചിന്തകൾ ഇന്ന് നിയമം കൺമുന്നിലെത്തിയപ്പോൾ എവിടെ നിന്ന് വന്നു? ഇത് കേവലം നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്ന് സോഷ്യൽ മീഡിയ ഇതിനോടകം വിധിയെഴുതി കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ശ്രീ നിയാസ് മലബാരി കൃത്യമായ തെളിവുകളോടെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ IAS കിട്ടിയെന്ന് നുണ പറഞ്ഞില്ലേ? 2 ID കാർഡ് എന്തിനാണ്? പബ്ലിക്കേഷൻസിൻ്റെ പേരിൽ അക്കൗണ്ട് ക്രമക്കേട് നടത്തിയില്ലേ? ഈ ഗൗരവകരമായ ചോദ്യങ്ങൾക്കൊന്നും ഷഹനാസിന്റെ പക്കൽ മറുപടിയില്ല. പകരം അവർ ചെയ്യുന്നത് മഞ്ചേരിയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുകയോ ബീച്ചിലിരുന്ന് കുമിളകൾ വിടുകയോ ആണ്. തന്നെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന നിയാസ് മലബാരിക്കെതിരെ മിണ്ടാത്ത ഇവർ നിബു വർഗീസ് എന്ന വ്യക്തിക്കെതിരെ പരാതിയുമായി പോകുന്നത് സത്യത്തെ നേരിടാനുള്ള പേടി കൊണ്ടല്ലേ? പതിവ് ഇരവാദം പ്രശസ്ത കഥാകൃത്ത് VR സുധീഷിന് മേലും ഇവർ പ്രയോഗിച്ചു. വ്യാജ മീറ്റു ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തിന്റെ കരിയർ തകർക്കാൻ ശ്രമിച്ച ഷഹനാസിന് ഇന്ന് നിയമം മറുപടി നൽകുന്നു. മാനനഷ്ട കേസിൽ കോടതിയിൽ ഹാജരാകാതെ ഒളിച്ചു കളിച്ച ഷഹനാസിനെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ടാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിയമത്തെ ഇത്രത്തോളം വെല്ലുവിളിച്ച മറ്റൊരു സാഹിത്യകാരി കേരള ചരിത്രത്തിൽ വേറെയുണ്ടാകില്ല. രാഹുലിനെ നാറ്റിക്കനിറങ്ങി അവസാനം നാണം കെട്ടു നിൽക്കുന്ന ഷഹനാസിന് കണക്കിന് കൊടുക്കുന്ന ശ്രീനാദേവിയോട് മനസ്സുകൊണ്ട് നന്ദി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA.